വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഇന്ന് ഈ ഒരു സത്യപ്രതിജ്ഞ കണ്ടപ്പോഴത്തേന് മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് ഉണ്ടായത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, ആ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ VD സതീശൻ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് എങ്ങനെയോ എവിടെയോ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹത്തിലുപരി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയായിട്ടുണ്ട്. ചിലപ്പം ഈ കോൺഗ്രസ് പാർട്ടി വിജയിക്കണമെന്നും VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളൊരു മെയിൻ കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം വെച്ചിട്ടുള്ള ഭരണം എന്താണെന്നും അങ്ങേര് കാണിച്ചിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്നും അങ്ങേര് ജനങ്ങളോട് കാണിച്ചിട്ടുള്ള പെരുമാറ്റം എന്താണെന്നും അതിന് വിപരീതമായിട്ട് ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആവണം, എങ്ങനെ ആയിരിക്കണമെന്നുള്ള പല കാര്യങ്ങളും VD സതീശൻ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പറച്ചിൽ പറയുന്ന ഒരു അദ്ദേഹം ഒന്ന് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് കാണാനായിട്ട് എനിക്ക് അധികം ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ല, ആ ഒരു എക്സ്പെക്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് അവർ കൊടുത്തിട്ടുള്ള പ്രതീക്ഷകൾ, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിലുപരി ഒരു ജനനായകൻ ഏത് രീതിയിൽ നിൽക്കണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുതിയൊരു കാറ് വാങ്ങിക്കുന്നില്ല, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേറെ കാറുകൾ മേടിക്കുന്ന നിലവിലുള്ള കാറുകൾ തന്നെ അവർ യൂസ് ചെയ്യുന്നു. കൂടെയുള്ള പൈലറ്റ് വാഹനങ്ങൾ ഏകദേശം അദ്ദേഹത്തിനെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത്, അതായത് Z കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് എന്നാൽ പോലും അദ്ദേഹത്തോണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും എടുത്തു മാറ്റുന്നുണ്ട്. സാധാരണ ഒരു ജനം റോഡിൽ പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 7 അയലത്ത് പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ പലരും പ്രാപിയിട്ടുണ്ടായിരിക്കുമല്ലോ, റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇവനൊക്കെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ സമയം കളഞ്ഞ് നിൽക്കേണ്ട ആംബുലൻസ് വരെ പിടിച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമല്ലേ. അനവധി രക്ഷാപ്രവർത്തനങ്ങൾ റോഡിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ ഇപ്പൊ ഈ ഭരണത്തിലേക്ക് കയറുമ്പോൾ ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ഇവരുടെ പ്രൊമോഷനോ കാര്യമൊന്നുമല്ല. അവര് ഈ പറഞ്ഞ അടി പിടി വെടി കുത്ത് ഉണ്ടാക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് ഇപ്പം വന്ന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഭരണത്തിലേക്ക് വരുമ്പോഴത്തേന് പോലീസിന്റെ കാര്യത്തിൽ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്ന പോലീസിന്റെ കാര്യം തന്നെ, പോലീസ് മേധാവി, പോലീസിനെ ഭരിക്കുന്നവരാണ് രമേശ് ചെന്നിത്തല ആണെങ്കിൽ ഉൾപ്പെടെ, അവരുടെ നിയമം അവർ കർക്കശമായിട്ട് വ്യക്തമായിട്ട് ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് കിട്ടണം. അവർക്ക് അധികാരം കിട്ടുന്നത് മാത്രമല്ല, പോലീസുകാരും അവരുടെ സേനയും അവരുടെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന് അവരെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കിന് അതിന്റെ പുറകെ വാലും പിടിച്ച് സാധാരണപ്പെട്ടവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കർക്കശമായിട്ടുള്ള നിയമ നടപടി എടുത്തിരിക്കണം. എനിക്ക് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ തോന്നിയൊരു കാര്യം, നമുക്കൊരു പ്രശ്നം ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി നമുക്ക് വ്യക്തമായിട്ടൊരു നീതി കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഓടി ഇദ്ദേഹത്തിന്റെ ഓഫീസിലോട്ട് ചെല്ലണം, സാറേ രക്ഷിക്കണം, ഞങ്ങളെ ഇതൊന്ന് ചെയ്തു തരണം. അങ്ങനത്തെ ഒരു സുതാര്യമായിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും നമുക്ക് അങ്ങനെ കഴിയുന്ന ഒരു കാര്യമല്ല, പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ആ പ്രതീക്ഷയ്ക്ക് ഒരു 70% ഉതകുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വരുന്നതെങ്കിൽ ഉറപ്പാ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് VD സതീശനും ഇറങ്ങത്തില്ല, ഈ കേരളത്തിൽ നിന്ന് കോൺഗ്രസും ഇറങ്ങത്തില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഇവർക്ക് കിട്ടിയൊരു കാര്യമല്ലേ ഇത്. ഈ ഒരു സത്യപ്രതിജ്ഞ കാണാം. ഈ സത്യപ്രതിജ്ഞയോട് കൂടി തന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കണ്ണിന് കുളിർമയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ പിണറായി സാറ് വരുന്നുണ്ട് കേട്ടോ. ഇത്ര നാളെ കസാര ഇരുന്നത്, പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ ആക്ച്വലി പറയട്ടെ, എന്തിനാ പുള്ളി പ്രതിപക്ഷ നേതാവ്? 10 കൊല്ലം ഇരുന്ന് ഭരിച്ച് നിങ്ങളുടെ പാർട്ടിയെ ഇല്ലാതാക്കി അവിടെ ഇവിടെ തുമ്പിലും മൂലയായാലും ക്യാബിനറ്റ് മന്ത്രിമാരുടെ എല്ലാ തോൽവി ഉണ്ടാക്കി കൊടുത്ത ആ ഒരാളുടെ പേരിലാണ്. നിങ്ങളിൽ പല മന്ത്രിമാരും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കാണുമായിരിക്കും. അവർക്ക് വരെ തോൽവി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈയേര് കാണിച്ചു വെച്ചുള്ള പരിപാടിയാ. ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നിൽക്കുവോ? നിൽക്കത്തില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ, നിൽക്കുന്ന ആൾക്കാരെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടുവരാം. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ
വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വേറെ ഒന്നും വേണ്ട. ഈ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പാടെ സുതാര്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇസഡ് സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ ആ മുണ്ടും മറക്കി കൊടുത്ത് VD സതീശൻ അങ്ങ് നടക്കാം. പക്ഷെ ക്രൗഡ് വരുമായിരിക്കും ചിലപ്പോൾ വിജയുടെ അടുത്ത് വരുന്ന പോലെ. ആ ഒരു ക്രൗഡ് അല്ലാതെ നിങ്ങളെ ആരെങ്കിലും അടിക്കാൻ വന്ന നാട്ടുകാർ ചിലപ്പോൾ അവനെ അടിച്ച് തറയിടുമായിരിക്കും. ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് വരാനായിട്ട് കഴിയും. കാരണം ഇപ്പം ഈ നിൽക്കുന്ന എൻ്റെ ഒരു ജനറേഷൻപ്പെട്ടവർക്കോ എൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാർക്കോ ഇതുപോലൊരു ജനസമ്മതിയുള്ള നേതാവ് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ മരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ആയിരുന്നു. അതിനുശേഷം ഇതുപോലൊരു ജനസമ്മതിയും ജനങ്ങളുടെ ഒരു പിന്തുണയും കിട്ടുന്ന ഒരു നേതാവ് ഇപ്പം എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കാണാൻ സാധിക്കുന്നത് VD സതീശനെ മാത്രമാണ്. ആ ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന്റെ തലയിലുണ്ട്. ആ ഉത്തരവാദിത്വം വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും പേര് രാഷ്ട്രീയവും ജാതി മത ഭേദമന്യേ പിണറായി വിരുദ്ധത കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിച്ചിരിക്കുന്നത്. ആ പിണറായി വിരുദ്ധത ഒരിക്കലും VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൈകെട്ട് വാരാനും അഴിമതി നടത്താനും വേണ്ടിയുള്ളൊരു ആയിരിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ആയിരിക്കരുത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും കഴിഞ്ഞു, മുഖ്യമന്ത്രിയായി സൈനും ചെയ്തു. അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈഡിൽ നിന്നും യാതൊരുവിധ അനക്കവും കുലുക്കവും ഇല്ലാതിരുന്നത് വളരെ നന്നായി. അതുകൊണ്ടാണ് ഇതുപോലൊരു തോൽവി അവർക്ക് സഹിക്കേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ആക്രമണം നിങ്ങൾക്കെതിരെ വന്നാലും നിങ്ങൾ അതിൽ പ്രതിരോധിക്കുമെന്നും പിടിച്ചു നിൽക്കുമെന്നും വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. അഴിമതിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക, സൈഡിലേക്ക് മാറ്റി നിർത്തുക. സ്വാർത്ഥ താല്പര്യത്തിനകത്ത് നിൽക്കുന്ന ആരായാലും A to Z കാറ്റഗറിയിലുള്ള ഏത് വ്യക്തിയാണെങ്കിലും എടുത്ത് ആ സൈഡിലേക്ക് മാറ്റുക. ഈവൻ അത് പോലീസുകാരാണെങ്കിലും ഈവൻ അത് നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യരാണെങ്കിലും ശരി, എടുത്ത് മാറ്റിയിട്ട് ഒരു സുതാര്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗ്രില്ലിനപ്പുറം നിന്നെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് വരണം. സത്യം പറഞ്ഞാൽ ഞാൻ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സുതാര്യത കേട്ടോ. ഇതേ സ്ഥലത്ത് തന്നെ പിണറായി വിജയൻ അവർക്ക് വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തുകയാണ്. ഇന്നലെ VD സതീശൻ വളരെ സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ വാക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ ഉണ്ടാകും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ വസതിയിൽ പോയി കണ്ടിരുന്നു. വളരെ ഊഷ്മളമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തുന്നു. എന്തൊക്കെ ബഹളമായിരുന്നില്ലേ? പിണറായി 3.0 ക്യാബിനറ്റ് വണ്ടി, മന്ത്രിമാർ ഒറ്റയടങ്കം സഞ്ചരിക്കുന്നു, അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം, ജനങ്ങളുടെ വോട്ട് നേടാനായിട്ട് എന്തെങ്കിലും എടാ തന്തയില്ലാത്തവനെ ഇന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എടാ നിനക്ക് തന്ത ഉണ്ടടാ, ഞാനന്ന് അറിയാതെ വിളിച്ചതല്ലടാ എന്ന് പറയുന്നത് ആരെങ്കിലും സ്വീകരിക്കുമോ? അതേ പുറംതിരിഞ്ഞു നിൽക്കുന്ന നയം, വാളിന്റെയും പരിചയയുടെ ഇടയിൽ കൂടെ 2 ചങ്കുമായിട്ട് നടന്നു പോയതിനുള്ളൊരു ഫലമാണ് ഇപ്പം ഈ ഒരു പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതുപോലൊരു പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും ഇതേ മന്ത്രിസ്ഥാനത്തേക്ക് VD സതീശൻ വന്നപ്പോഴത്തേക്ക് കർമ്മ കറങ്ങി അടിക്കുന്നത് പോലെ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അത് കൃത്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അല്ലാതെ ധാരത് ഡേയ് പുതുപ്പള്ളി MLA മഴയാണോ വെയിലാണോ അതോ വിയർപ്പാണോ എന്നറിയത്തില്ല, എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങേര് പോയി ആ സ്റ്റേജിന്റെ മൂലയിലും അവിടെ എവിടെയൊക്കെയാ പരിപാടിയായിട്ട് നിൽക്കാൻ പോകുന്നത്. പക്ഷെ ആൾക്കാരെ ശ്രദ്ധ വ്യക്തമായിട്ട് ഇങ്ങനെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. ഇതുപോലൊരു ജനങ്ങൾ ഓടി വന്ന് സെൽഫി എടുക്കാനൊക്കെ അധികമായിട്ട് കാരണം സോഷ്യൽ മീഡിയയിൽ നടന്നിരിക്കുന്ന ഒരാളാണ്. പ്രായം വളരെ കുറവായതുകൊണ്ടും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോഴത്തേന് കൂടുതൽ കാര്യങ്ങളും പങ്കുവെക്കുന്നതും ഷെയർ ചെയ്യുന്നതും സോഷ്യൽ മീഡിയ വഴി തന്നെ ആയിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു നല്ലൊരു പദവി കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ജനസമ്മതി ഈ പറഞ്ഞ പുതുപ്പള്ളി, കോട്ടയം വഴി ബാക്കി ഏത് സ്ഥലത്ത് ചെന്നാലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കിട്ടും. അത് കിട്ടുമെന്നുള്ളത് ഇദ്ദേഹം തെളിയിച്ചൊരു കാര്യമാണ്. പിന്നെ കുഴപ്പമില്ല, സ്റ്റേജിൻ്റെ അങ്ങ് മൂലയ്ക്ക് നിന്നാലും ഇങ്ങറ്റം നിന്നാലും നിങ്ങൾ ഒരു നാൾ മാറി മുന്നിൽ വരും, അത് ഉറപ്പാണ്. കാരണം സംസാരിക്കാൻ അറിയാം, നിൽക്കാൻ അറിയാം, വിദ്യാഭ്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ഒരക്ഷരം ചോദിച്ചാൽ അങ്ങനെ അല്ലാതെ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമല്ലോ, ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ അറിയാലോ. തീർച്ചയായിട്ടും ആ ഒരു ജനസമ്മതി നിങ്ങൾക്ക് കിട്ടി വരിക. നെക്സ്റ്റ് കയറി മുന്നിലേക്ക് തന്നെ വന്നിരിക്കും, വരാതെ വേറെ എവിടെയും പോകത്തില്ല. ഈ ഒരു കാര്യം അത് കൺഫേമാണ്.
രാഹുൽ ഗാന്ധി കയറി കെട്ടിപ്പിടിച്ച് കണ്ടപ്പോഴത്തേന് മറ്റേ സിനിമയില് എന്റെ ശാന്ത എന്ന് പറഞ്ഞ് പിടിക്കുന്നതൊക്കെ ഇതൊക്കെ ഈ അവസരത്തിൽ എന്തിനായിരുന്നു എന്ന് പോട്ടല്ലേ, കുഴപ്പമില്ല. ഇന്ന് അവരുടെ ദിവസമല്ലേ, ചിൽഡ്രൻസ് ഡേ, ആഘോഷിക്ക്. എന്തായാലും ഗംഭീരം, അതിമനോഹരം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പം ബാക്കി നമുക്ക് ഭരണം എന്താണെന്നുള്ളതും ഇവരുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതും കണ്ടറിയാം ഇനി എന്താണ്. പക്ഷെ കണ്ടറിയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് നിയമങ്ങൾ, മോഡിഫിക്കേഷൻ്റെ കാര്യവും ബസ്സിനകത്ത് ഫ്രീ ടിക്കറ്റ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അതൊന്നും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ബസ്സിന് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത് മോഡിഫിക്കേഷനും അല്ല. നമ്മുടെ ഈ നാട്ടിൽ മനസമാധാനത്തോടെ ഒരാൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. ആ ഉറങ്ങാൻ നേരം അവന് റേഷനരി എങ്കിൽ റേഷനരി കൃത്യമായിട്ട് കിട്ടണം കഴിക്കാനായിട്ട്. ഈ പ്രായമുള്ളവർക്ക് മരുന്ന് മേടിക്കാനായിട്ട് അവർക്ക് ഒരു 100 രൂപ കിട്ടാനുണ്ടെങ്കിൽ ആ 100 രൂപ കറക്റ്റായിട്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ടോ ഒന്ന് ഉറപ്പ് വരുത്തണം. മനസമാധാനത്തോടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേന് ആരും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരരുത്. അതൊരിക്കലും അങ്ങനെ ഒരുത്തൻ വരുന്നു എന്നുണ്ടെങ്കിൽ അവൻ പേടിക്കേണ്ടത് ആ വീട്ടിലെ വീട്ടുകാരെയും ആ വീട്ടിലെ ഗ്രഹനാഥനെ ആയിരിക്കരുത്, VD സതീശനെ ആയിരിക്കണം. ഞാൻ ആ വീട്ടിൽ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ VD സതീശൻ എന്നെ വെച്ചേക്കത്തില്ല, അവൻ എന്നെ തീർക്കും എന്നൊരു മെന്റാലിറ്റിയാണ് ഈ നാട്ടിലുള്ള ഓരോ പൗരനും ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു ഉറപ്പ് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ നാടിൻ്റെ ഗുണ്ട, അത്രേ ഉള്ളൂ. അതും ജനസമ്മതിയോടുകൂടിയുള്ളൊരു ഗുണ്ട.